വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള പേരൻസിന് സാറ്റർഡേ സൺഡേ തന്നെയാണ് കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാനൊക്കെ സമയം കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഒരു സിനിമ കാണാൻ പോകുന്നതും ഹെയർ കട്ടിന് പോകുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉച്ചവരെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കറങ്ങാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം വെക്കേഷൻ ആയതുകൊണ്ടും വീക്കെൻഡ്സ് ആയതുകൊണ്ടും രാവിലെ എല്ലാവരും ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പം ഞാനൊരു 7 മണി അടുപ്പിച്ചായി ഉറക്കം എഴുന്നേറ്റപ്പോൾ ശേഷം ഒരു ചായയൊക്കെ ഇട്ട് എപ്പോഴത്തെയും പോലെ ഞാൻ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സൂര്യനൊക്കെ അങ്ങ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ആ ലൈറ്റായിട്ടുള്ള വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരുന്നൊന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാവാം ബാക്കി പരിപാടി എന്ന് കരുതി. ചായയൊക്കെ കുടിച്ച് ഒന്ന് റെഡി ആയതിനു ശേഷം വീടെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ഇട്ടാൽ തന്നെ വീട് എന്തോ വലിയ മാറ്റം ഉണ്ടായാലൊക്കെ നമുക്ക് തോന്നും. രാവിലെ നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ടൊരു ദേവദാരുവിൻ്റെ മരം ഉള്ളതുകൊണ്ട് കുഞ്ഞു ഇലകൾ എപ്പോഴും രാവിലെ ആകുമ്പോൾ സിറ്റ് ഔട്ടിൽ കിടക്കും. ഇപ്പം ഞാൻ തൂത്തുവാരി ഇട്ടാലും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവിടെ ഇല വീണ് കിടക്കും. ആ മരത്തിൻ്റെ ഭംഗി കൊണ്ടിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് പോലും നമുക്ക് കട്ട് ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടാന്ന് കരുതി. അടുത്ത ഒരു ടാസ്ക്കാണ് തുണികളൊക്കെ അലക്കുക എന്നുള്ളത്. അപ്പം മെഷീനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മെഷീനിൽ ആ തുണിയെല്ലാം അലക്കി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അടുത്ത് വിരിക്കാറ്. അപ്പോൾ എന്നത്തെ കണക്ക് അതങ്ങ് ചെയ്യാമെന്ന് കരുതി. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം അതങ്ങ് വിട്ടുപോകും. ഇത് ഇത്രയും കൂടി ചെയ്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. പിന്നീട് സ്ഥിരം പരിപാടി ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള വീട്ടിൽ ചന്ദനത്തിരിയും കൂടി കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ്. അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞു. നേരെ ബ്രേക്ക്ഫാസ്റ്റിന് കയറാൻ പോവുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കുക. പ്രോപ്പറായിട്ട് തേങ്ങാപ്പാലിൻ്റെ പാൽക്കൊഴുക്കട്ടയല്ല, നമ്മുടെ പശുവിൻ പാൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നോർമലി ഈ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടാക്കാറില്ല, കാരണം ഹസ്ബൻഡിന് ഇഷ്ടമല്ല സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ നമ്മൾ ആ ഒരു രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കാമെന്ന് കരുതി. മോൾക്ക് ഇഷ്ടമാണ്, ഒത്തിരി കഴിക്കില്ലെങ്കിലും അവളും കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇന്ന് പാൽക്കൊഴുക്കട്ട ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് അധികം നാൾ ഞാൻ അങ്ങനെ വെക്കാറില്ല, പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കും. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് എൻ്റേതായ രീതിയിൽ ഞാനങ്ങ് ഉണ്ടാക്കുവാണ്. എല്ലാ വീക്കെൻഡ്സിലും ഇതുപോലെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വീട്ടുജോലി ചെയ്യാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും. ചിലപ്പോൾ വീക്കെൻഡ്സിലും വർക്ക് ചെയ്യേണ്ടി വരും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ. അപ്പോൾ പിന്നെ എല്ലാ ദിവസത്തെയും കണക്കിന് പോകും. പക്ഷേ ഇതുപോലെ വർക്ക് ഇല്ലാത്ത സമയങ്ങളിൽ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് നിന്ന് ജോലി ചെയ്യാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക്ഫാസ്റ്റിന് പാൽക്കൊഴുക്കട്ടയും ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആക്കാനാണ് പ്ലാൻ. അത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് ആക്കുന്നത്. ഇപ്പോൾ ചോറും കറിയാണെങ്കിൽ ചോറ് വെക്കണം, പിന്നെ 1-2 കറി വെക്കണം. അപ്പോൾ അത്രയില്ലല്ലോ. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് സാധനങ്ങളെല്ലാം അരിഞ്ഞു പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയും വേഗം കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ഞാൻ മാത്രമേ ഉറക്കം എഴുന്നേറ്റിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ഈ മീ ടൈം എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഈ സമയത്താക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നോർമലി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാലാണ്
കൂടുതലും എനിക്ക് അങ്ങനെ ഒരു ടൈം കിട്ടാറ്. കാരണം എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബഹളവും തിരക്കും എടുക്കലും പിടിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം എഴുന്നേൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയമാണ് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ കുക്കിംഗ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും റീഡ് ചെയ്യുന്ന കാര്യങ്ങളായാലും എന്തെങ്കിലും വാച്ച് ചെയ്യുന്ന കാര്യങ്ങളായാലും എന്തായാലും രാവിലെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇരുന്ന് ചെയ്യുന്ന സമയമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ പാൽ കൊഴുക്കട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുവന്ന് നോർമലി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാതെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ കൂടുതലും സോഫയിൽ പോയിരുന്നിട്ട് മൊബൈൽ നോക്കിയോ TV കണ്ടൊക്കെ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോകണം. വളരെ ലൈറ്റായിട്ടുള്ളൊരു മധുരമേ ഉള്ളൂ, ഒത്തിരി മധുരമില്ല. നോർമലി മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ വെള്ള കളറാണ് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്ന് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയതാണ്. ശർക്കര ഇട്ട് കഴിയുമ്പോൾ കളർ അങ്ങ് മാറും. എനിക്ക് അതിനേക്കാളും കാണുമ്പോഴും നമുക്കൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു നിറത്തിൽ കഴിക്കുന്നതിനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് പഞ്ചസാര ഇട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം TV-യിൽ സീരീസ് എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ആ സമയം കൊണ്ട് ചിലപ്പോൾ മോളൊക്കെ എഴുന്നേറ്റ് വരുവാണെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടി ഒതുക്കാമല്ലോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ കുടുംബ വീട്ടിലോട്ടോ ഒക്കെ അവളങ്ങ് പോയിക്കോളും. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്നായിരിക്കും കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ശേഷം TV ഒക്കെ കണ്ടതിന് ശേഷം കുറച്ച് ഡ്രസ്സല്ല ക്ലോത്ത്സ് ഇത് എനിക്ക് വാഷ് ചെയ്ത് വച്ചിരുന്നത് ഒന്ന് മടക്കിയൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഞാൻ കഴുകൽ മാത്രമേ ഉള്ളൂ, എന്നിട്ടത് കൂന് കൂട്ടിയിട്ടിരിക്കും. മടക്കി വെക്കാനുള്ള സമയം കിട്ടാറില്ല മിക്കപ്പോഴും. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലാണ് ഒരുവിധമൊക്കെ മടക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കാനും കൂടി കരുതി. അപ്പം തന്നെ ഏകദേശം ഉച്ചര സമയം എത്താറായി. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ അരി അങ്ങ് വേവിക്കാനായിട്ട് വയ്ക്കുവാണ്. എനിക്ക് എപ്പോഴും പണ്ട് പറ്റുന്ന അബദ്ധം, ഞാൻ കുക്കറിൽ ഫ്രൈഡ് റൈസിന് അരി കുക്ക് ചെയ്യാറുണ്ട്. ഒരു ദിവസം പോലും കറക്റ്റായിട്ട് കിട്ടത്തില്ല, എപ്പോഴും കുഴഞ്ഞു പോകും. എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തുറന്നു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി കറക്റ്റിന് എടുക്കാമല്ലോ. മാത്രമല്ല അധികം കുക്കിംഗ് ടൈമും ഇങ്ങനത്തെ അരികൾക്ക് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ഇത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പല റെസിപ്പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഷാൻജിയോൻ്റെ വീഡിയോ കാണും, അത് കണക്ക് ഒരുപാട് പേരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഫ്രൈഡ് റൈസ്, അതിപ്പോൾ ബിരിയാണി ആയാലും എന്തായാലും ഞാൻ ഏതെങ്കിലുമൊക്കെ ചാനൽ നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എൻ്റെ റെസിപ്പി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ ഒത്തിരി പേരുടെ കോൺട്രിബ്യൂഷൻ കാണും. ഈ ഫ്രൈഡ് റൈസിൽ ഞാൻ ഓയിലിൻ്റെ ഒപ്പം ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കുന്നുണ്ട്, മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് പേർലി മണിയുടെ വീഡിയോയിൽ നിന്നാണ് ആ കുട്ടി ചെയ്തതെന്നാണ്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയും കൂടി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ബട്ടറും മാഗി ക്യൂബൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ വെജിറ്റബിൾസിൽ കാര്യമൊന്നുമില്ല, എൻ്റെ മോൾക്ക് അതിൽ മുട്ട ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റൂ. വെജിറ്റബിൾസ് കണ്ടാൽ കഴിപ്പ് വളരെ കുറവാണ്. പക്ഷേ എനിക്കിപ്പോൾ ഉപ്മാവിലായാലും ഫ്രൈഡ് റൈസിലായാലും വെജിറ്റബിൾസ് തോന്നിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉപ്മാവിലേക്ക് ഞാൻ ക്യാരറ്റ് ഒത്തിരി ഇടും. അപ്പോൾ അത് മോൾക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ വാരി കൊടുക്കുവാണെങ്കിൽ അറിയാതെയും കഴിച്ചോളും. പിന്നെ കുറച്ച് മാഗി ക്യൂബ് നേരത്തെ പറഞ്ഞ കണക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ സോസും ഒക്കെ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിട്ട്. പിന്നെ സോയ സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂടി ചെയ്ത് നോർമലി ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സോയ സോസ് എപ്പോഴും കൂടിപ്പോവും. അപ്പോൾ അതൊക്കെ കണ്ട് അളന്ന് കൃത്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഫ്രൈഡ് റൈസ് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും, ഈ ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും. പക്ഷെ കുറച്ച് നേരം വച്ചിരുന്നപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടൊരു വൈകുന്നേരം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ആ ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് കുറച്ചുകൂടി കിട്ടും.
ഇനി എല്ലാം കൂടി ചോറൊന്നും ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ്ങിലും കാര്യമുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സ്പാച്ചുലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ഒന്നുകിൽ വുഡണായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുപോലത്തെ സിലിക്കൺ പോലത്തേക്ക് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം ചോറിന് അധികം ഡാമേജ് പറ്റത്തില്ല. അപ്പോൾ അതുപോലെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അപ്പം തന്നെ ഫുഡും കഴിക്കാമെന്ന് കരുതി. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ഒത്തിരി ലേറ്റാക്കാൻ നിന്നാൽ 3:15 ടൈം മൂവിയുടെ. അപ്പോൾ അതിന് ലേറ്റായി പോകും. ഇപ്പോൾ നേരത്തെ ഫുഡൊക്കെ ഞാൻ കഴിച്ചാലേ ബാക്കിയുള്ളവരെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പരിപാടിയും ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് കരുതി. സമയമുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയാൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്കപ്പോഴും സമയം കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ ഡെക്കറേഷനൊന്നും ചെയ്യാനും പറ്റാറില്ല. പണ്ട് തൊട്ടേ മാസ്റ്റർ ഷെഫൊക്കെ ഭയങ്കരമായിട്ടിരുന്ന് കാണും. അപ്പോൾ അതിൽ ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര അമേസിങ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ അപ്പോൾ തോന്നും, പക്ഷെ നമുക്ക് ടൈം കിട്ടാറില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ ടി വിയുടെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കും. ഈ ഒരു ട്രാൻസിഷൻ പെട്ടെന്നായിരുന്നില്ലേ. ഈ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ മൂവിക്ക് പോവുകയാണ് മോളുമായിട്ട്. അവൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. മൂവി കാണാനൊന്നുമല്ല, പോപ്കോൺ കഴിക്കാനായിട്ടാണ് അവൾ വരുന്നത്. അങ്ങനെ മൂവിക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ അതിനുശേഷം ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പ്ലാനുണ്ട്. അങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ചെന്നിട്ട് അവിടെ ഇപ്പോഴേ ഡാൻസ് കളിക്കുന്നത് പോപ്കോൺ കഴിക്കുന്നത് ആലോചിച്ചിട്ടാണ്. അവിടുന്ന് പറയുന്നുണ്ട് മേടിച്ച് തരണമെന്ന്. തിയേറ്ററിൽ ചെന്നപ്പോൾ ഏറ്റവും വലിയ രസം അവിടെ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കയ്യിലാണെങ്കിൽ ഒത്തിരി ക്യാഷും വച്ചിട്ടില്ലായിരുന്നു. പിന്നെ നുള്ളി പറക്കിയെടുത്ത് അവൾക്ക് പോപ്കോൺ മേടിച്ചു കൊടുത്തു. അന്നത്തെ ദിവസം അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് രണ്ടും വർക്കിംഗ് ഇല്ലാഞ്ഞത്. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും അപ്പോഴാണ് കയ്യിൽ ക്യാഷ് എപ്പോഴും വച്ചിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ആ പോപ്കോൺ എങ്ങാനും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മൂവി കാണാനും പറ്റത്തില്ലായിരുന്നു. അവൾ ബഹളം വയ്ക്കും. അങ്ങനെ അപ്പോൾ പോപ്കോൺ ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അങ്ങനെ മൂവിയൊക്കെ കണ്ടു. മൂവി ഇത് ഇൻ്റർവെൽ ടൈമാണ്. അപ്പോഴത്തേക്ക് അവൾക്ക് മേടിച്ചു കൊടുത്ത പോപ്കോണൊക്കെ ഏകദേശം പകുതിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി നേരം മൂവി കണ്ടതിന് ശേഷം അവളങ്ങ് ഉറങ്ങിപ്പോവാണ് ഉണ്ടായത്. അപ്പോഴത്തേക്ക് പോപ്കോണും തീർന്നിട്ടുണ്ടായിരുന്നു. മൂവി കഴിഞ്ഞ് നേരെ ഇറങ്ങി പ്ലേയിങ് സോണിലോട്ട് പോയി. അവിടെ കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് എന്തൊക്കെയുണ്ട് നോക്കി. അപ്പം മോൾക്ക് പറ്റുന്ന പ്രത്യേകിച്ചൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു. അതിനുശേഷം നേരെ ഹെയർ കട്ടിനുള്ള പരിപാടിക്കായിട്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഫുഡും കൂടി കഴിച്ചിട്ട് പോയാലോ എന്ന് കരുതിയത്. കാണുമ്പോൾ എല്ലാം പെട്ടെന്നാണെങ്കിലും ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇപ്പം 3 നേരത്തെ ഫുഡ് ഒരു വീഡിയോയിൽ പെട്ടെന്ന് കാണുന്നതാണൊക്കെ ഇരിക്കും. അങ്ങനല്ല. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മുടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അവിടെ നോക്കുവാണ്. എത്രയൊക്കെ നോക്കിയാൽ ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് അവസാനം വല്ല ബിരിയാണിയോ മന്തിയോ ഫ്രൈഡ് റൈസോ നൂഡിൽസോ തന്നെ ഓർഡർ ചെയ്യും. മോളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാറ്. അപ്പോൾ റൈസ് ഐറ്റം എന്തെങ്കിലും ഓർഡർ ചെയ്യാനാണ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ അവൾ കുറച്ചെങ്കിലും കഴിച്ചോളും. അങ്ങനെ മന്തി തന്നെയാണ് അവസാനം ഓർഡർ ചെയ്തത്. കൂടെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ക്ലിയർ സൂപ്പ്. എന്ത് ഓർഡർ ചെയ്യാനുള്ള പ്ലാൻ മനസ്സിലുണ്ടെങ്കിലും മെനു മൊത്തം നോക്കിയില്ലെങ്കിൽ അതൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് മെനു മൊത്തം ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ഉടക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെ അത് മൊത്തം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ പുറത്ത് പോയി കഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് പുറത്ത് പോയി കഴിക്കുന്നതല്ലാതെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ രാത്രി ഇത്രയും കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പാത്രം ക്ലീൻ ചെയ്യണം, ഭയങ്കര ക്ഷീണിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നാൽ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. കാരണം നല്ല ലേറ്റ് ആവും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. അങ്ങനെ ഫുഡൊക്കെ വന്ന് കഴിച്ചു തുടങ്ങി. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി ഹെയർ കട്ടിങ്ങിനും കൂടി പോകണം. അവിടെ എന്തായാലും ടൈം എടുക്കും, വെയിറ്റിങ്ങും കാര്യങ്ങളും. നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ കരുതി. ഇല്ലെങ്കിൽ മോള് നല്ല ബഹളം ഉണ്ടാക്കുക അവിടെ ചെന്നിട്ട്. എല്ലാം കഴിഞ്ഞ് അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് അവൾ കഴിച്ചില്ല. പിന്നെ അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. എനിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് കണക്കിൽ ജ്യൂസൊന്നും കുടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വയറ് നിറഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ബുക്ക് ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെയാണ് ഡെയിലി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 സ്ഥലത്തും കൂടി കയറി നോക്കി ഹെയർ കട്ടിന് വേണ്ടിയിട്ട്. അവസാനം
ജാജീസിൽ തന്നെ വന്നു. അവരുടെ കിഡ്സ് സെക്ഷൻ ആർപിയിലുണ്ട്, അവിടെയാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് സ്ലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പം ഏകദേശം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു, അവിടെ ക്ലോസിങ് ടൈം ആയിട്ടുള്ളതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് കട്ട് ചെയ്ത് തരാമെന്ന് കരുതി. അങ്ങനെ അവിടെ മുടിയിൽ സ്പ്രേ ചെയ്തത് പെർഫ്യൂമാണെന്ന് കരുതി മണത്തൊക്കെ നോക്കി ഞാൻ വെള്ളമെന്ന് പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് മുടി വളർത്തുന്നതാണ് ഇഷ്ടം. അപ്പോൾ മുടി കെട്ടിയൊക്കെ വയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. കെട്ടി വെച്ചൊക്കെ സ്കൂളിൽ വിടാൻ അത്രയും ടൈമൊന്നും കിട്ടത്തില്ലെങ്കിലും മുടി പിരുത്തിട്ട് ഈ ചൂട് സമയത്ത് വിടുന്നതിനേക്കാൾ 2 സൈഡും കെട്ടിയൊക്കെ വിടുന്നതാണല്ലോ നല്ലത്. ഹെയർ കട്ടിങ്ങും കഴിഞ്ഞ് ഒരു ഡാൻസും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ശേഷം ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഫ്രഷ് ആയിട്ട് ജസ്റ്റ് കിടന്നിറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.